ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഹെയർ ബോട്ടോക്സ് ചെയ്യാൻ പോവാണ്. അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആട്ടോ എങ്ങനെയാണ് ഈ ഹെയർ ബോട്ടോക്സ് ചെയ്യുന്നതെന്നുള്ളതാണ്. എൻ്റെ മുടിയാണെങ്കിൽ ശരിക്കും ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു തിന്നായി, ഒരു രീതിയിലും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഹെയർ ആയിട്ടോ. അപ്പം ഞാൻ ഹെയർ ബോട്ടോക്സ് ചെയ്തത് ട്രിവാൻഡ്രം കുറവൻകോണത്തുള്ള ഫെമിന ഫ്ലോൺ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി സലൂണിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഓഫറും പിന്നെ നല്ല റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പം ബോട്ടോക്സ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഒന്ന് വാഷ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുടി ഒരു 3 ടൈംസ് വാഷ് ചെയ്തു കേട്ടോ. നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചറും ഇതുമൊക്കെ നോക്കിയിട്ടാണ് 3 പ്രാവശ്യം വാഷ് ചെയ്തു. അതിന് ശേഷം ബ്ലോ ഡ്രൈ ചെയ്യുകയാണ്. അപ്പം ബ്ലോ ഡ്രൈ ചെയ്തിട്ട് മുടി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുവാണ്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ മുടി ഒന്ന് അഴിച്ചിടാൻ പോലും പറ്റാത്ത രീതിയിൽ എൻ്റെ മുടി കോലം കെട്ടു. അപ്പോൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ തിൻ ഹെയർ ആയതുകൊണ്ട് സ്മൂത്തനിങ്ങോ സ്ട്രൈറ്റനിങ്ങിനോ ഒന്നും ചെയ്തിടാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ബോട്ടോക്സ് ട്രൈ ചെയ്യാമെന്ന് വെച്ചത്. അപ്പം കാണുമ്പോൾ തന്നെ അറിയാം ഇഷ്ടം മാതിരി ബേബി ഹെയർസ് ഉണ്ട്. അപ്പോൾ എന്തേ ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ക്രീം അപ്ലൈ ചെയ്യുന്നതാണ്. മുടി പാർട്ടീഷൻ ചെയ്ത് കുറേശ്ശെ മുടി എടുത്തിട്ട് ക്രീം അപ്ലൈ ചെയ്യുകയാണ്. അപ്പം വെറുതെ അപ്ലൈ ചെയ്യുമല്ല കേട്ടോ, നല്ലപോലെ നമ്മുടെ ഹെയറിൽ അത് തേച്ച് പിടിപ്പിക്കുകയാണ്. ശരിക്കും അങ്ങനെ ചെറിയ പാർട്ടീഷൻസ് ആയിട്ടാണ് മുടി എടുത്തിട്ട് ഇത് ചെയ്യുന്നത്. ഇതിപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇച്ചിരി മുടി എടുത്തിട്ടാണ് ചെയ്യുന്നത്. നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുന്നുമുണ്ട്. അപ്പം ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നത്. ഇത് ബോട്ടോക്സ് ക്രീമാണ്. നോർമലി ഉള്ള ഹെയർ ട്രീറ്റ്മെൻറ്റിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ബോട്ടോക്സ് ഭയങ്കര സംഭവമാട്ടോ. കാരണം ഒരു രീതിയിൽ നമ്മുടെ ഹെയർ ഡാമേജ് ആക്കില്ല. പിന്നെ നമുക്ക് നല്ലൊരു നാച്ചുറൽ ലുക്കാണ് തരുന്നത്. നോർമലി ഈ സ്മൂത്തനിങ്ങോ സ്ട്രൈറ്റനിങ്ങോ ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഭയങ്കര വടി പോലെ കിടക്കില്ലേ. ഇതങ്ങനെയല്ല, നല്ലൊരു ബൗൺസി ലുക്ക് തരും. അങ്ങനെ ഞാൻ കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് എന്തായാലും ബോട്ടോക്സ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. സംഭവം ഇച്ചിരി കത്തിയാണ്, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് അത് വർത്തായിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ. ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞു വെക്കുവാണ്. നല്ലോണം നമ്മുടെ ഹെയർ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കും കേട്ടോ. ഇതൊരു 45 മിനിറ്റ്സ് ടു 1 അവർ നമ്മൾ ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. ഇത് ആക്ച്വലി ഒരു 4 to 5 hours, ഇച്ചിരി ലെങ്ത്തുള്ള മുടിയൊക്കെ ആണെങ്കിൽ ഒരു 6 മണിക്കൂർ വരെയൊക്കെ നീളുന്ന ഒരു പ്രൊസീജിയർ ആട്ടോ ഈ ഹെയർ ബോട്ടോക്സ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ മുടിക്ക് വലിയ നീളമൊന്നും ഇല്ലാത്ത കാരണം എനിക്കൊരു 4-4.5 മണിക്കൂർ കൊണ്ട് സംഭവം കഴിഞ്ഞ് കിട്ടി. അപ്പോൾ ഇടയ്ക്കൊരു 45 മിനിറ്റ്സ് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനൊന്ന് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ ഫേഷ്യലൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ എൻ്റെ മുഖത്ത് വല്ല ചേഞ്ചസും വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈ മുടി ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചതൊക്കെ അഴിച്ചിട്ട് വീണ്ടും ബ്ലോ ഡ്രൈ ചെയ്യുകയാണ്. വാഷ് ചെയ്തില്ല, ക്രീം അപ്ലൈ ചെയ്ത മുടി ഡയറക്റ്റ് ബ്ലോ ഡ്രൈ ചെയ്തെടുക്കുവാണ് കേട്ടോ. ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മുടി ചെറുതായിട്ടൊന്ന് ലെങ്ത്ത് വെച്ചു കേട്ടോ. കാരണം ഭയങ്കര കേളി ഹെയർ ആയിരുന്നില്ലേ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു, ശരിക്കും ഇങ്ങനെ മുൻപിലോട്ടിടാൻ പാകത്തിനൊന്നും എൻ്റെ മുടിക്ക് നീളം ഇല്ലായിരുന്നു. നെക്സ്റ്റ് ഇങ്ങനെ മുടി ഒന്ന് പാർട്ടീഷൻ ചെയ്തെടുത്തിട്ട് കുറേശ്ശെ മുടി എടുത്തിട്ട് വീണ്ടും ബ്ലോ ഡ്രൈ ചെയ്യുകയാണ്. ഈ ടൈം ബ്ലോ ഡ്രൈ ചെയ്യുന്നത് വേറൊരു ടൈപ്പ് ചീർപ്പ് വെച്ചിട്ടാണ്. അപ്പം മുടി ഭയങ്കരമായിട്ട് നമ്മൾ ഈ സ്മൂത്തനിങ് ഒക്കെ ചെയ്യുന്ന കണക്ക് നല്ല ഇങ്ങനെ നേർത്ത് വരുന്ന പ്രൊസീജിയേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അത്യാവശ്യം ഹെയർ ഒക്കെ ഉള്ളവർക്ക് എങ്ങനെയാണെങ്കിലും നല്ല ടൈം എടുക്കും. ഇപ്പോൾ ദേ നല്ല മുടി ഇങ്ങനെ സ്മൂത്തനിങ് ഒക്കെ ചെയ്ത ആ ഒരു എഫക്റ്റ് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇവരിങ്ങനെ ജസ്റ്റ് ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അത് ആ ക്രീം അപ്ലൈ ചെയ്തതിൻ്റെ ഇതിൽ ഇത്രയും നന്നായിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ദേ കംപ്ലീറ്റ് മുടി കുറേശ്ശെ എടുത്ത് നല്ല രീതിയിൽ ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല പോലെ ബേബി ഹെയർസ് ഉണ്ട് കേട്ടോ. അത് കാരണം എനിക്ക് ഒരു രീതിയിൽ മുടിയൊന്നും മാനേജ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുമായിരുന്നു. അഴിച്ചിടാനും പറ്റില്ല, കെട്ടിയിടാനും പറ്റില്ല, മുടി ഫുള്ള് ഇല്ല, കാപ്പിരി മുടി പോലെ ആയിപ്പോയായിരുന്നു. അത് കാരണമാണ് ഞാൻ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒന്ന് സെറ്റാക്കി ഇടാമെന്ന് വെച്ചത്. ഇപ്പോൾ ഇതേ ബ്ലോ ഡ്രൈ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശരിക്കും ഒരു സ്മൂത്തനിങ് ഒക്കെ ചെയ്ത ഒരു എഫക്റ്റ് ഹെയറിന് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് ഈ ബ്ലോ ഡ്രൈ കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്ക്. ഞാൻ ബോട്ടോക്സ് ചെയ്യാൻ തീരുമാനിച്ചത് ഒന്നെന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലൊരു നാച്ചുറൽ ലുക്കാണ് നമ്മുടെ ഹെയറിന് കിട്ടുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഹെയർ ആണെന്ന് തോന്നത്ത് പോലുമില്ല. നല്ല നാച്ചുറൽ ലുക്കായിരിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് മുടി ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റും.
പിന്നെ ഇത് ശരിക്കും ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ മുടി വെച്ചിട്ട് എനിക്ക് സ്മൂത്തനിങ്ങോ സ്ട്രൈറ്റനിങ്ങോ ഒന്നും ചെയ്യാനുള്ള ഒരു ധൈര്യം പോരാ. കാരണം ഉള്ളതും കൂടിയിട്ട് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദേ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അയണിങ് ആണ്. ഇതും ഒരു 1-1.5 മണിക്കൂർ സമയം എടുക്കുന്ന ഒരു പരിപാടിയാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാഫിനെയൊക്കെ സമ്മതിക്കണം ഇത്രയും മെനക്കെട്ട് നിന്ന് ചെയ്യുന്നതിന്. കാരണം ഇച്ചിരി മുടി എടുത്തിട്ടാണ് മറ്റേ അയണിങ് ഇത് വെച്ചിട്ട് അവർ മുടി ഒന്ന് അയൺ ചെയ്ത് വിടുകയാണ്. കുറേശ്ശെ മുടി എടുത്തിട്ട് നല്ലതുപോലെ വലിച്ച് ഇങ്ങനെ അയൺ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു ലുക്ക് എങ്ങനെയായിരിക്കും, എൻ്റെ ഫേസിനത് ചേരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായിട്ട് മുടിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ചെയ്ത് കഴിഞ്ഞ് പിന്നെ പണിയാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ബോട്ടോക്സ് എല്ലാം ഞാനിങ്ങനെ നോക്കുമ്പോഴെല്ലാം നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ ഈ ബോട്ടോക്സിനെ പറ്റി. പിന്നെ എൻ്റെ മുടിയാണെങ്കിൽ ശരിക്കും പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഹെയർ ആയിപ്പോയി. അപ്പോൾ പിന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വന്നിട്ടാണ് ഞാനിത് പോയിട്ട് ചെയ്യുന്നത്. അത്യാവശ്യം കോസ്റ്റ്ലി ആയിരുന്നു എങ്കിൽ പോലും ഞാൻ ബോട്ടോക്സ് തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ്. ദേ ലാസ്റ്റ് ഇങ്ങനെ ഒരു അയണിങ് പ്രൊസീജിയറൊക്കെ കഴിയാറായി. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയായിരുന്നു. ആ കൊള്ളാലോ സംഭവം എന്നുള്ള ഒരു ഇത് എൻ്റെ ഫേസ് കാണുമ്പോൾ അറിയാം. ഇച്ചിരി എനിക്ക് കാണുമ്പോൾ സന്തോഷമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച അത്ര പ്രശ്നമൊന്നുമില്ല, ചേരുന്നുണ്ടെന്നുള്ള ഒരു ഇത് തോന്നി. നല്ല മുടി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഒരു 2-3 വാഷൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും കേട്ടോ. ചെയ്യുമ്പോൾ ഇങ്ങനെ ഇച്ചിരി വടി പോലെ ഇരിക്കും. പക്ഷേ അത് 1-2 ദിവസം നമ്മൾ അടുത്ത നെക്സ്റ്റ് 2-3 വാഷ് കഴിയുമ്പോഴത്തേക്ക് സാധാരണ നമ്മുടെ മുടിയാകും. സാധാരണ മുടി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒഴുകി കിടക്കുന്ന ടൈപ്പ് മുടിയാകും. ഇനി ഇവർ നെക്സ്റ്റ് വീണ്ടും കൊണ്ടുപോയിട്ട് മുടി വാഷ് ചെയ്യുക കേട്ടോ. അയണിങ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്റ്റെപ്പ് ഹെയർ വാഷിംഗ് ഉണ്ട്. ഷാമ്പുവും കണ്ടീഷണറൊക്കെ ഇട്ടിട്ട് മുടി വാഷ് ചെയ്യുന്നുണ്ട്. പിന്നെ വീണ്ടും കൊണ്ടുവന്നിട്ട് ബ്ലോ ഡ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലോങ് പ്രൊസീജിയറാണ്. ഒരു 5-6 മണിക്കൂർ പാർലറിൽ സ്പെൻഡ് ചെയ്യാൻ കണക്കാക്കിയിട്ട് വേണം നമ്മൾ പോയിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു 11 മണിക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് പോയതാണ്. 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കായിരുന്നു കഴിഞ്ഞിരുന്നത്. പിന്നെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയ കാരണം എനിക്കൊരു ഹൈഡ്രാ ഫേഷ്യലും കൂടെ ചെയ്യാൻ പറ്റി. സോ ഇതാണ് ലാസ്റ്റ് അവർ നല്ലോണം ഒന്ന് ഹെയർ സിറോ ഒക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് എന്തായാലും ലുക്ക് വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.